ഇനി തൃശ്ശൂരിലേക്കാണ്. കേച്ചേരിയിൽ ആന ഇടഞ്ഞു. സംസ്ഥാന പാതയിലൂടെ ഓടിയ ആനയെ തളച്ചു. സൂരജ് സജീവ് വിവരങ്ങളുമായി. സൂരജ്, എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടാക്കിയോ ഈ ആന? കേച്ചേരി കുന്നംകുളം റോഡിലാണ് ആന ഇടഞ്ഞത്. ഏകദേശം 10 മണിയോടുകൂടി 10 മണിയോടെയാണ് ആന ഇടഞ്ഞത് എന്നതാണ്. സംസ്ഥാന പാതയിലൂടെ ആന ഓടുകയായിരുന്നു. ആനയെ തളച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ വിവരം. എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വരുത്തിയോ എന്നത് അറിയില്ല. സൂരജ് പറയൂ. അനുജ, ഒരു 10 മണിയോടുകൂടിയാണ് കുന്നംകുളം ഈ കേച്ചേരി റോഡിൽ ആന ഇടയുന്നത്. ഗംഗാപ്രസാദ്, എഴുത്തുപുരക്കൽ ഗംഗാപ്രസാദ് എന്ന് പറയുന്ന ആനയാണ് ഈ കേച്ചേരിയിൽ തന്നെ തറയിൽ നിന്ന് ഇടഞ്ഞ് ഈ റോഡിലേക്ക് ഇറങ്ങുന്നത്. ഏറെ നേരം സംസ്ഥാന പാതയിൽ ആന നിലയുറപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല, ഈ റോഡിലൂടെ ഓടുകയും ചെയ്തു. സമീപത്തെ ഇടറോഡുകളിലടക്കം ആന ഓടിക്കയറി. വലിയ രീതിയിലുള്ള ആശങ്കയും പരിഭ്രാന്തിയുമാണ് ഈ മേഖലയിൽ ആന വരുത്തിയത്. പിന്നീട് സമീപത്തെ ഒരു പള്ളിക്ക് സമീപമിട്ട് ഈ ആനയെ തളയ്ക്കുകയായിരുന്നു. ഇപ്പോൾ ആനയെ തളച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ആന ഈ തളച്ചിരിക്കുന്ന കയർ വടമടക്കം പൊട്ടിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് ഇവരും പ്രദേശവാസികളുമായെല്ലാം സംസാരിക്കുമ്പോൾ പറയുന്നത്. ഈ സംസ്ഥാന പാതയിലൂടെ ആന വിരണ്ടോടിയതാണ് വലിയ ആശങ്കക്കിടയാക്കിയത്. എന്തായാലും നിലവിൽ നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല. അനുജ, ഇപ്പോൾ എങ്ങനെയാണിത്? കൂടുതൽ അക്രമാസക്തനായി നിൽക്കുന്ന ഒരു സാഹചര്യമാണോ? അങ്ങനെയെങ്കിൽ അടുത്ത കാര്യങ്ങൾ എങ്ങനെയാകും? അനുജ, എലിഫന്റ് സ്ക്വാഡിന്റെ അടക്കം സഹായം തേടിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ആന ഇപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിൽ നിന്നും ആനയെ മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എലിഫന്റ് സ്ക്വാഡിന്റെ അടക്കം സഹായം തേടിക്കൊണ്ട് ഈ ആനയെ മാറ്റാനുള്ള ഒരു ശ്രമമാണ് തുടരുന്നത്. സംസ്ഥാന പാതയിൽ പ്രത്യേകിച്ച് കുന്നംകുളം കേച്ചേരി റോഡ് എന്ന് പറയുന്നത് ഏറെ ജനത്തിരക്കുള്ള റോഡാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള സമയത്താണ് ഈ ആന റോഡിലേക്ക് ഇറങ്ങുന്നത്. ദൃശ്യങ്ങളിൽ കാണാം ബസ്സും അതോടൊപ്പം തന്നെ നിരവധി വാഹനങ്ങളും ഈ ആനയുടെ മുന്നിൽ അകപ്പെട്ട് നിൽക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അങ്ങനെ ഉള്ള ഒരു തിരക്കേറിയ റോഡിലൂടെയാണ് ഈ ആന ഇടഞ്ഞ് ഓടിയതെന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ഈ കുന്നംകുളം പോലീസും അതോടൊപ്പം തന്നെ നാട്ടുകാരും ആനപ്പാപ്പാന്മാരും എല്ലാം ചേർന്ന് നടത്തിയ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് ആനയെ താൽക്കാലികമായെങ്കിലും തളയ്ക്കാനായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ആന ഈ വടം പൊട്ടിക്കാനടക്കം ശ്രമിക്കുന്നതാണ് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുന്നത്. എന്തായാലും സമീപത്തൊരു പള്ളിയോട് ചേർന്ന് ഈ ആനയെ ഇപ്പോൾ തളയ്ക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരം. ആനയെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്ന. അനുജ, എഴുത്തുപുരക്കൽ ഗംഗാപ്രസാദ് എന്ന ആനയാണ് കുന്നംകുളം കേച്ചേരി സംസ്ഥാന പാതയിൽ ഇടഞ്ഞോടിയത്. അല്പസമയത്തിനകം തന്നെ അതിനെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആന അടങ്ങിയിട്ടില്ല, ശാന്തനായിട്ടില്ല എന്നതാണ്. എലിഫന്റ് സ്ക്വാഡ് സ്ഥലത്തേക്ക് എത്തും എന്ന വിവരമാണ് സൂരജ് സജി നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.